ഇറാനിൽ ഭരണവിരുദ്ധ പ്രക്ഷോഭം ആളിക്കത്തുന്നതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ചയ്ക്ക് ശ്രമിച്ച് ഇറാൻ ഭരണകൂടം. ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഇറാൻ നേതൃത്വം ചർച്ചയ്ക്ക് ശ്രമിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് വെളിപ്പെടുത്തിയത്. ഇന്നലെ ഇറാനിലെ നേതാക്കൾ വിളിച്ചുവെന്ന് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഒരു മീറ്റിംഗ് സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ചർച്ചകൾ നടത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു. എന്നിരുന്നാലും ഒരു മീറ്റിംഗിന് മുമ്പ് നമുക്ക് നടപടിയെടുക്കേണ്ടി വന്നേക്കാമെന്നാണ് ട്രംപ് പറഞ്ഞത്. അവർ കൊല്ലപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. കൊല്ലപ്പെടാൻ പാടില്ലാത്ത ചില ആളുകൾ കൊല്ലപ്പെട്ടതായി തോന്നുന്നു. നിങ്ങൾ അവരെ നേതാക്കൾ എന്ന് വിളിച്ചാൽ ഇവർ അക്രമാസക്തരാണ്. അവർ നേതാക്കളാണോ അതോ അക്രമത്തിലൂടെ ഭരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. 37 വയസ്സുള്ള ഒരു സ്ത്രീയെ കാറിൽ വെച്ച് കൊലപ്പെടുത്തിയ US എമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഏജന്റിനെ തന്റെ ഭരണകൂടം ന്യായീകരിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷം ട്രംപ് പറഞ്ഞ കാര്യമാണിത്. US സൈന്യം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് അമേരിക്കൻ കമാൻഡർ ഇൻ ചീഫ് പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ വളരെ ഗൗരവമായി കാണുന്നു. സൈന്യം ഇതിനെ നോക്കുന്നുണ്ട്. കൂടാതെ വളരെ ശക്തമായ ചില ഓപ്ഷനുകൾ ഞങ്ങൾക്ക് നോക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ ഒരു ചുവപ്പ് രേഖ കടന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രത്യേക സൈനിക പദ്ധതികൾ വിശദീകരിക്കാൻ US പ്രസിഡന്റ് വിസമ്മതിച്ചു. ഞാൻ ശരിക്കും പറയണോ, അവർ എന്തു ചെയ്യുമെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ടോ? നമ്മൾ എവിടെ ആക്രമിക്കും, എപ്പോൾ, ഏത് കോണിൽ നിന്നാണ് നമ്മൾ ആക്രമിക്കുക എന്നും അദ്ദേഹം ചോദിച്ചു. ഇറാനിലെ സ്ഥിതിഗതികളെക്കുറിച്ച് ഓരോ മണിക്കൂറിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും ഞങ്ങൾ ഒരു തീരുമാനമെടുക്കുമെന്നും ട്രംപ് പറഞ്ഞു. പ്രതിഷേധക്കാർ കൊല്ലപ്പെടുന്ന റിപ്പോർട്ടുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ ചില മരണങ്ങൾ ജനക്കൂട്ടത്തിന്റെ ചലനാത്മകതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. ചില പ്രതിഷേധക്കാർ തിക്കിലും തിരക്കിലും കൊല്ലപ്പെട്ടു, അതായത് അവരിൽ പലരും ഉണ്ടായിരുന്നു. ചിലർക്ക് വെടിയേറ്റുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനോ സഖ്യകക്ഷികളോ പ്രതികാരം ചെയ്യാൻ സാധ്യതയുള്ളതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി ഒരു വ്യക്തമായ മുന്നറിയിപ്പ് നൽകി. അവർ അങ്ങനെ ചെയ്താൽ മുമ്പൊരിക്കലും അവർക്കെതിരെ ആക്രമണം ഉണ്ടായിട്ടില്ലാത്ത അളവിൽ ഞങ്ങൾ അവരെ ആക്രമിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. അവർ അത് വിശ്വസിക്കുക പോലുമില്ല. അമേരിക്കയുടെ ദൃഢനിശ്ചയം ഇറാൻ ഇതിനകം മനസ്സിലാക്കിയിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അവർ നിങ്ങളുടെ ഭീഷണികളെ ഗൗരവമായി എടുക്കുന്നില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരു റിപ്പോർട്ടറെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപ് പറഞ്ഞു. വർഷങ്ങളോളം എന്നെ ആക്രമിച്ചതിനു ശേഷം സുലൈമാനി അൽ ബഗ്ദാദി ഇറാൻ ആണവ ഭീഷണി തുടച്ചു നീക്കപ്പെട്ടു. US സഖ്യകക്ഷികളുമായി ഒരു പ്രതികരണത്തിൽ ഏകോപിപ്പിച്ചിട്ടുണ്ടോ എന്ന് ട്രംപ് പറഞ്ഞില്ല. ഏതെങ്കിലും തീരുമാനത്തിന് സമയപരിധി നൽകിയതുമില്ല. കഴിഞ്ഞ ആഴ്ചകളിൽ ഇറാനിൽ ആവർത്തിച്ചുള്ള പ്രക്ഷോഭങ്ങൾ അരങ്ങേറുന്നുണ്ട്. രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ ആയിരക്കണക്കിന് ഇറാനികൾ നിലവിലെ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുകയാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.